എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ ഉമ്മയെ ആദ്യം കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഫാദറിൻ്റെ ജ്യേഷ്ഠൻ ഹജ്ജിന് പോയി, കപ്പലിൽ വെച്ച് മരിച്ചു. അപ്പോൾ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ കപ്പലിൽ മരിച്ച് അവിടുന്ന് കടലിലേക്ക് കെട്ടിത്താഴ്ത്തിയ കഥ, ഇതൊക്കെ വീട്ടിലുള്ള ഈ പറഞ്ഞ പ്രായമായ ആളുകൾ ഇങ്ങനെ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ജീവിച്ചിരിക്കെ മക്കളൊക്കെ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കും എങ്ങനെ ഇവരൊക്കെ മരിച്ചുപോയത് എന്നുള്ളത്. കുറച്ചൊക്കെ വളർന്നു വന്നപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്കൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ വലിയ എന്താ പറയുക കേളിരങ്ങായിരുന്നു. അന്ധവിശ്വാസം തന്നെയായിരുന്നു നാട്ടിൽ കൊടികുത്തി വാണിരുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് തറവാട്ടിൻ്റെ പടിഞ്ഞാറേപ്പുറത്തൊരു ഓർക്കാപ്പിളി മരമുണ്ട്. ഓർക്കാപ്പിളി എന്ന് നമ്മൾ നാട്ടിൽ പറയുന്നതാണ്. അത് ഒരു പുളിമരം ഉണ്ട്. ആ പുളിമരത്തിൻ്റെ ചുവട്ടിൽ ഒരു കുളമുണ്ട്. ആ കുളം വീട്ടിലൊരു കുളം എന്നുള്ള നിലക്ക് കുത്തിയതാണ്. ആ കുളം കുത്തിയ കാരണമാണ് ഇവരൊക്കെ മരിച്ചത്. കുളം കുത്തിയ സന്ദർഭത്തിൽ അവിടെ ഒരു പാമ്പ് മുട്ടയിട്ട് കിടന്നിരുന്നു എന്നും കുളം കുത്തിയപ്പോൾ മണ്ണിട്ട് അതും കുട്ടികളും ചത്തുപോയിരുന്നു